ഹലോ, വെൽക്കം ടു വേവ്സ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മളത് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും പാക്ക് ചെയ്യാനുണ്ട്. ചിലതൊക്കെ അന്ന് രാവിലെ തന്നെ പാക്ക് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പോകാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ചൂട് കാലത്ത് അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല. ഇതൊരു പോളിസ്റ്റർ മിക്സ് ടൈപ്പ് മെറ്റീരിയലാണ്. ഞാൻ പിന്നെ വെറുതെ ട്രാവൽ ചെയ്യുമ്പോൾ ഇടാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ച് തന്നെ ഇട്ടുന്നുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു മേക്കപ്പ് അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു, കോമ്പാക്ട് ചെയ്തു, ജസ്റ്റ് ഒരു ലിപ് ബാം ഇട്ടു, അത്രയേ ഉള്ളൂ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായി കാണിക്കുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ സെറ്റാണ്. എന്നാലും കുറച്ചൊക്കെ എടുത്തു വയ്ക്കാനുണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് സെറ്റായിരുന്നു. അപ്പോൾ അവൻ്റെ അത്ര വലിയ സെറ്റായിരുന്നില്ല. അപ്പോൾ രാവിലെ പോകുമ്പോൾ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. ഇതിപ്പോൾ രാവിലെ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും. ഒരു സൺഡേ ആണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് പറയാത്തത്. അപ്പോൾ രാവിലെ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല. ചായയും ബിസ്ക്കറ്റും മാത്രമാണ് കഴിക്കുന്നത്. 7 മണിക്കാണ് നമ്മൾ പോകാൻ വിചാരിച്ചേക്കണത്. അപ്പോൾ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈക്കിലല്ല കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഗേറ്റർ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ അവിടെയുള്ള DYFIയിലെ നമ്മുടെ ടീമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടേക്കാണ് എല്ലാവരും വരാമെന്ന് പറഞ്ഞേക്കണത്. തൃശ്ശൂർ വടൂക്കര എന്ന് പറഞ്ഞ സ്പോട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ വണ്ടി വന്നു. വണ്ടി ശരിക്കും ലേറ്റായി. ഞങ്ങൾ 7 മണിക്ക് പോകേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ 9:15. അപ്പോൾ എന്തോ ചില സാങ്കേതിക തകരാറുകൾ കാരണം വണ്ടി ലേറ്റായി എന്ന് പറഞ്ഞു. അപ്പോൾ അതാ എല്ലാവരും വണ്ടിയിൽ കയറി സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ 17 പേരുണ്ടായിരുന്നു. 17 പേരും കൂടി ഒന്നിച്ചാണ് പോകുന്നത്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ്. ഇപ്പോഴാണ് നമുക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പാട്ടും മേളവും ഡാൻസൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനിതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമരശ്ശേരി നിർത്തി. അവിടെ കണ്ടതാണ് ഐ ലവ് മലോറം. ഞാൻ മലയോരം എന്നാണ് വായിച്ചത്, പക്ഷെ അത് മലോറം എന്നാണ്. ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാണ് കയറിയത്. കാരണം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി എല്ലാവരും വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് ലഞ്ചും ഡിന്നറൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താമരശ്ശേരിയിലുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ മീൽസ് ആയിരുന്നു പറഞ്ഞത്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷെ ഞാനൊന്നും അധികം കഴിച്ചില്ല. കാരണം എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് ഞാൻ പരമാവധി കുറയ്ക്കാൻ നോക്കും. എനിക്കും ചെറുതായിട്ട് ഈ വോമിറ്റിംഗ് ടെൻഡൻസിയും അതൊക്കെ ഉള്ളതാണ്. പിന്നെ ഒന്നാമത് ചൂടായതുകൊണ്ടും പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ചൂടിനൊരു കുറവുമില്ല. അയ്യോ, അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് ഈ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്കിത് AC ഒന്നും ആയിരുന്നില്ല, ചെറിയ ഫാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അതപ്പോൾ നമ്മളിതാ ഹെയർ പിൻ കയറുകയാണ്. ആദ്യത്തെ ഹെയർ പിൻ കയറി. ആദ്യത്തെ തന്നെയല്ല തോന്നുന്നു, ഈ ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് 9 ഹെയർ പിൻ ഉണ്ടല്ലോ. അപ്പോൾ 9 ഹെയർ പിൻ കയറണം. സോറി, ഞാൻ എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ വയനാട് പോവാണ്. അത് ഞാൻ ആദ്യം തന്നെ പറയണമായിരുന്നു, പക്ഷെ അത് പറയാൻ വിട്ടുപോയി. നമ്മൾ വയനാടാണ് കേട്ടോ പോണത്. വയനാട് 900 കണ്ടി അവിടെയാണ് നമ്മുടെ സ്പോട്ട്. അവിടെ നമ്മൾ ചെറിയൊരു ഒരു 10 സ്റ്റേ ആണ്. അത് പോണ വഴിക്ക് കണ്ട ചെറിയൊരു അമ്പലമാണ്. അവിടെ ഒരു ചങ്ങലൊക്കെ ഉണ്ട്. അതിന് എന്തൊക്കെയോ ഐതിഹ്യം പറഞ്ഞിരുന്നു. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാ നമ്മളവിടെ എത്താറായി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ തേയിലത്തോട്ടം. ആ വഴിക്ക് കണ്ടതാണ്ട് ഈ കണിക്കൊന്ന് ഇങ്ങനെ പൂത്ത് നിൽക്കണത്. നമ്മുടെ ഇവിടെയൊക്കെ പൂത്ത് കഴിഞ്ഞ് വെച്ചെങ്കിൽ അവിടെ അപ്പോൾ പൂത്തൊളിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളിത് ഏകദേശം നമ്മുടെ സ്പോട്ട് താമരശ്ശേരി ചുരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്പോട്ടിലെത്തി. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇവിടുന്ന് ഒരു ട്രക്കിംഗ് ഉണ്ട്. ഒരു 7 കിലോമീറ്റർ നമ്മൾ ജീപ്പിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ട്രാവലർ നിർത്തിയിട്ട സ്ഥലമാണിത്. അപ്പോൾ അവിടെ കണ്ടതാണ്. ഇതിൻ്റെ സ്പോട്ട് എന്താണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ജീപ്പല്ല കേട്ടോ, വേറെ ആൾക്കാരുടെ ജീപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഫുഡിൻ്റെ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് പോകുന്നവരുണ്ട് മുകളിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ അതാ നമ്മുടെ ജീപ്പ് എത്തി. അപ്പോൾ 7 കിലോമീറ്ററിന് നമുക്ക് ട്രക്കിംഗ് ആണ്. അവിടേക്ക് മറ്റ് വണ്ടികളൊന്നും പോവില്ല. അപ്പോൾ അതിന് നമ്മൾ ജീപ്പൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 ജീപ്പ് ഉണ്ടായിരുന്നു. 3 ടീമായിട്ടായിരുന്നു. ഒരു ബാച്ച് പോണു. ഇനി നമ്മൾ വണ്ടിയിലൊരു 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 6 പേരായിട്ടാണ്
വണ്ടിയിൽ നല്ല പൊടിയായിരുന്നു വണ്ടിയുമൊക്കെ. അപ്പോൾ ഞങ്ങളിത് എന്താണെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത്, എന്താ ഈ ജീപ്പ് മൊത്തം പൊടി കണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും നിങ്ങളവിടെ എത്തുമ്പോഴെന്ന്. കാരണം പക്ക ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡാണ്. 900 കണ്ടി പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ വയനാട് ആദ്യമായിട്ടാണ് പോകുന്നത്. മിക്കപ്പോഴും പോകാറ് ഇടുക്കി, മൂന്നാറാണ്. വയനാട് ഇതുവരെ പോയിട്ടില്ല. അതും ട്രക്കിങ്ങും പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു ട്രക്കിങ് എൻ്റെ ലൈഫിൽ ഞാൻ പോയിട്ടില്ല. അതുപോലെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കാണാൻ ഭയങ്കര ഒരു ജെർക്കിങ്ങും കുലുക്കും ഉണ്ടല്ലോ. അങ്ങനത്തെ ഓഫ് റോഡ് എന്ന് പറഞ്ഞത് നമ്മൾ ഫോൺ കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്നു പേടിച്ചിട്ട് നമ്മൾ പലതും എടുത്തില്ല. ഇതുപോലെ ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വന്നാൽ നമ്മൾ പെട്ടു. നമ്മൾ വീണ്ടും സൈഡിൽ ഒതുക്കണം, പിന്നെ സൈഡിൽ നിന്ന് നിൽക്കണം. എളുപ്പമല്ല. ചില സ്ഥലത്ത് ഇങ്ങനത്തെ ചെറിയൊരു റോഡ് പോലത്തെ ഭാഗങ്ങളുണ്ട്. ചില സമയത്ത് റോഡേ ഇല്ല. റോഡെന്ന് പറയാൻ പറ്റില്ല. അതൊരു പാറക്കെട്ടുകളുടെ മേലെ കൂടി പോണത്. ഇത് കണ്ടില്ലേ, ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. അപ്പത്തേക്ക് നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ 9:15 വിടുന്ന വണ്ടി എടുത്തിട്ട് നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി. അതിൻ്റെ ഇടയ്ക്ക് വേറെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5 മണിയായി എത്തുമ്പോൾ. അപ്പോഴത്തേക്കും അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾ ചാടി കയറിയിരുന്ന് അത് മാടാൻ നോക്കുക. സമയത്ത് ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മൾ കട്ട ചൂടത്ത് വന്നിട്ട് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. ഹലോ, ഇപ്പോൾ നമ്മളിപ്പോൾ വയനാട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയ ട്രിപ്പ്. അപ്പോൾ 2 ദിവസത്തെയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഞങ്ങൾ രാവിലെ വന്നതാണ്. കുറച്ച് ലേറ്റായി. ഇപ്പോൾ സമയം ഒരു 5:30 അവർ 5:15 ഇപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ എത്തി. നാളെ കൂടി ഉണ്ട്. അപ്പോൾ ട്രക്കിങ് വഴിയാണ് നമ്മളിവിടെ എത്തിയത്. അയ്യോ, ഭയങ്കരമായിരുന്നു. എന്താ പറയുക, ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. ഞാൻ വോയിസ് ഓവർ കൊടുക്കായിരിക്കും നല്ലത്. കാരണം ബാക്ക്ഗ്രൗണ്ട് അവിടെ മ്യൂസിക് പ്ലേ ചെയ്യേണ്ടത് നമുക്ക് കോപ്പിറൈറ്റ് വരും. ശരിക്കും ആ ട്രക്കിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അതത്രമാത്രം അറിയാണ്ട് നമ്മൾ ആകെ കുത്തി കുലുങ്ങി. അയ്യോ, പക്ഷെ അടിപൊളി വൈബ് തന്നെയായിരുന്നു. പറയാമല്ല, അടിപൊളി, ഭയങ്കര നൈസായിരുന്നു. ഒരു ജീപ്പിൽ ഡ്രൈവർ അടക്കം ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. ഡ്രൈവർ അടക്കം. ഫ്രണ്ടിലിരിക്കുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബാക്കിലിട്ട് നമ്മൾ തലയും കൈയൊക്കെ മേലെ ചെന്നടിച്ചിട്ട് അയ്യോ, പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഞാൻ വന്ന വഴി, ഇപ്പം നമ്മൾ കയറി വന്ന വഴി, നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് കയറി വന്ന വഴി ഞാൻ ശരിക്കും പൊടിയൊക്കെ അടിച്ചിട്ട് എൻ്റെ ഫേസൊക്കെ ആകെ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പിമ്പിൾസൊക്കെ വന്നിരിക്കുന്ന ടൈമാണ്. പിന്നെ രാവിലെ തൊട്ട് ഭയങ്കര വെയിലും പൊടിയൊക്കെ ആയിട്ട് ആകെ ഒരു മാതിരിയായിട്ടാണ് ഇരിക്കണേ. ഫേസൊക്കെ ഒരു മാതിരിയാണ്. എന്നാൽ നമ്മൾ രാവിലെ തൊട്ടിട്ട് ഇരിക്കണതാണ്. പിന്നെ നമ്മളിവിടെ എത്തുന്ന വരെ ഭയങ്കര ചൂട് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ കറക്റ്റ് വയനാട് 900 കണ്ടിയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന വരെ, ഈ താമരശ്ശേരി ചുരം എത്തുന്ന വരെ നല്ല ചൂട് തന്നെയായിരുന്നു. എനിക്ക് തോന്നി നമ്മൾ തൃശ്ശൂരിനായിട്ടും ചൂടുള്ള പോലെ. അത് ചിലപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ വരുന്നതുകൊണ്ടായിരിക്കും. ഭയങ്കര ചൂട് തന്നെയായിരുന്നു. അത് നമ്മൾ ട്രാവലറിലാണ് വന്നിരുന്നു. അതിലൊടുക്കത്തെ ചൂടായിരുന്നു. പക്ഷേ ആ ഒരു താമരശ്ശേരി ചുരം കയറുമ്പോൾ തൊട്ടിട്ട് നമ്മുടെ ചൂടൊന്ന് കുറഞ്ഞു തുടങ്ങി. കുറച്ച് തണുവും കാറ്റൊക്കെ വന്നു തുടങ്ങി. ഫുൾ പിന്നെ മരങ്ങളായപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ സമയം 5:30 ആയി. അപ്പോഴത്തേക്കൊരു തണവുണ്ട്. തണവും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരുന്നു. പക്ഷെ തണവുണ്ട് കേട്ടോ. അയ്യോ, ശരിക്കും നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട്. നമ്മളവിടെ 40-42 ആണ് ഒക്കെ ഇപ്പോൾ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അയ്യോ ഭയങ്കര ആശ്വാസം. നല്ല അടിപൊളി ഫീലിങ്ങാണ്. അപ്പോൾ ഇനി ഞാൻ മൊത്തം ഈ സ്റ്റേ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് വോയിസ് ഓവർ കൊടുക്കാതായിരിക്കും നല്ലത്. കാരണം അവിടെ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിന് തന്നെ കോപ്പിറൈറ്റ് വരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേക്കേഷൻ എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് ഓടിപ്പോയിട്ട് കുറച്ച് ഷോർട്സൊക്കെ എടുത്തതാണ്. ഇത് അധികം നാളായിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നാണ് പറഞ്ഞത്. 6 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും പണി പൂർത്തിയാവാൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണാം. പക്ഷേ നമ്മൾ താമസിച്ച ഭാഗമൊക്കെ അത്യാവശ്യം ഫുൾ സെറ്റായിട്ടുള്ളതായിരുന്നു. പിന്നെ ആ സമയത്ത് ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. നല്ലൊരു മിതമായ കാലാവസ്ഥ എന്ന് പറയുമല്ലോ. നല്ലൊരു തണുപ്പ്. നമുക്ക് മെയിനായിട്ട് ഒട്ടും വേർക്കണില്ല. എനിക്കതായിരുന്നു. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ സമ്മറിൽ ഇപ്പോൾ കേരളം മൊത്തം ഭയങ്കര ചൂടാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർ, പാലക്കാട്, കൊല്ലക്കും ചൂട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂർ പ്രോപ്പർ ടൗണിലാണ് വീട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചൂട് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര പുഴുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ആകുമ്പോൾ ഭയങ്കര നമുക്കൊരു ആശ്വാസം തോന്നും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ എന്നെ കാണാമല്ലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ അന്വേഷിച്ച് നിൽക്കുക. എല്ലാവരും കൂട്ടത്തോടെ നിൽക്കുക. ഞാനിത് എന്തപ്പോടെ പരിപാടി എന്ന് നോക്കുമ്പോഴാണ് എല്ലാവരും എന്നെ ഇടുന്ന് നോക്കി നിന്നിരുന്നു. ഞാൻ ഫ്രണ്ടിലേക്ക് പോയതാണ് സ്റ്റാർട്ടിങ് തൊട്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടതാണ് ഇങ്ങനെ ഒരു കുഞ്ഞിങ്ങനെ മഞ്ഞ നിറത്തിലൊരു തക്കാളി പോലുള്ളൊരു ഐറ്റം. ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായി തോന്നി. നമ്മൾ ഈ ചെറി ടൊമാറ്റോ ഒക്കെ പോലത്തെ
പോലത്തെ അങ്ങനത്തെ ഒരു ഐറ്റം നിറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കാടാണ് ശരിക്കും. നമ്മളിത് സ്പോട്ട് വരുന്നത് വയനാട് 900 കണ്ടിയിൽ അവിടെ ഏറ്റവും ടോപ്പിൽ ഉള്ള സ്റ്റേ ആണ്. കാർഡമൺ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ചെറിയൊരു റിസോർട്ട്, പക്ക റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ മെയിനായിട്ട് ടെൻ്റാണ്. അതായത് കണ്ടില്ലേ നിറയെ ടെൻറ്റുകളാണ് ഫുള്ളും. അപ്പോൾ നമുക്ക് സ്റ്റേ വരുന്ന ടെൻറ്റും ഉണ്ട് റൂമും ഉണ്ട്. 2 റൂംസാണ് ഉള്ളത്. ഒന്നൊരു നോർമൽ ഫാമിലി റൂമും പിന്നെ ഉള്ളത് ഒരു ഡോർമെട്രി പോലെ അങ്ങനെയുള്ള റൂമാണ്. അപ്പോൾ നമുക്കൊരു റൂം ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളത് ഫുള്ള് ടെൻ്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെൻറ്റും എടുക്കാം, റൂമിൽ ഇനി കിടക്കണമെന്ന് വെച്ചെങ്കിൽ റൂം എടുക്കാം. അപ്പോൾ അതാ ടെൻറ്റ് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള. ഇപ്പോൾ 2 ആൾക്കും 3 ആൾക്കും കിടക്കാം. നമുക്ക് ആൾക്കാരുടെ വലിപ്പത്തിന് അനുസരിച്ച് കിടക്കാവുന്നതാണ്. ചില ഇതിലൊക്കെ 3 തലോണിയും ഒക്കെ കണ്ടു. പിന്നെ ഇങ്ങനെ കുറേ ഊഞ്ഞാലും സെറ്റപ്പൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വന്ന വഴിക്കൊന്ന് റിലാക്സ് ചെയ്യണം. അപ്പോൾ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. ഇതെനിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ വേറൊരു കൂടാരം. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി ഇത് നല്ല ഹൈറ്റിലായ കാരണം അതിൻ്റെ താഴെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ നീർച്ചോല പോലും ഇങ്ങനെ അരുവി പോലും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിങ്ങനെ അങ്ങനെ അധികം എത്തിച്ച് നോക്കാൻ പറ്റില്ല, എനിക്ക് ഉരുണ്ട് വീഴും. ഇപ്പം ഞാൻ മേലിൽ നിന്ന് ട്രൈപ്പോഡ് വലിച്ചു പിടിച്ചിട്ടാണ് ഷോർട്ട്സ് എടുത്ത്. താഴെ കൂടെ ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം, ഇതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുക, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഈ ഫോറസ്റ്റ് ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. മലയോര പ്രദേശം ഫോറസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. നമ്മൾ കുറച്ചും കൂടി നാച്ചുറായിട്ട് അടുത്ത് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. കിളികളുടെ സൗണ്ടും മരങ്ങൾ ഇളകുന്ന സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആംബിയൻസ് തന്നെയായിരുന്നു അവിടെ പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് സൈറ്റിലെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് നമുക്ക് രാത്രിയുള്ള ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. രാത്രി നമ്മൾ ഗെദറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന കോട്ടേജ് എന്ന് പറയാം. കുറച്ചൊരു വിൻറ്റേജ് വൈബ് ഉണ്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഇംഗ്ലീഷ് വൈബൊക്കെ കൊടുത്ത പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊന്നും അവിടുത്തെ സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സാണ്, ഒന്ന് പിന്നെ ബാത്റൂമും അങ്ങനത്തെ ഒരു സെറ്റപ്പും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളത്. ഇതിൻ്റെ വേറൊരു നല്ലൊരു പിക്ചർ ഉണ്ട്, ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. മോർണിംഗിൽ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഹട്ട് പോലെ. ഇപ്പോൾ സൈഡിലൊക്കെ ചെറിയൊരു ഹട്ട് പോലെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കിച്ചൺ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് വന്ന സമയത്ത് തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് തന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരവിടെ വെച്ചതാണ് ആർക്കെങ്കിലും ഇനി വേണമെങ്കിൽ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കിച്ചണും ഡൈനിങ്ങും. അതൊരു ഹട്ട് മോഡലിലാണ്. അത് ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട്. കുറച്ചൊരു പഴമയും ഒരു വിൻറ്റേജ് പിന്നെ ഒരു ഇംഗ്ലീഷ് വൈബ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കൊടുത്തേക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, കാർഡമൺ ഹൗസ് 900 കണ്ടി. അപ്പോൾ അതിൻ്റെ നമ്പറും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. ആർക്കെങ്കിലും പോകണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഞങ്ങൾ ഗേൾസ് 5 പേരായിരുന്നു. അതിലൊരു കപ്പിൾസ് 3 പേരുണ്ടായിരുന്നു, ഞങ്ങളടക്കം. അപ്പോൾ നമുക്കിപ്പോൾ ഗേൾസിന് സെപ്പറേറ്റ് കിടക്കാം. അപ്പോൾ റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ്. 2 വലിയ ബെഡും പിന്നെ എക്സ്ട്രാ 2 ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ബാത്റൂം അത്യാവശ്യം നല്ല വലിയ ബാത്റൂമായിരുന്നു. അത്യാവശ്യം നീറ്റും ക്ലീൻ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളെത്തിയപ്പോൾ നമുക്ക് ശരിക്കും ചായയുടെ സമയമാണ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലേക്ക് പോയതാണ്. അപ്പോൾ നല്ല ചായയും നല്ല ഫ്രഷായിട്ടുള്ള വടയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അവിടെ തന്നെ കുക്ക് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്നാക്സൊക്കെ വരുന്ന വഴിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈറ്റ് അങ്ങനെ ഞാൻ ഫ്രഷായി ഇറങ്ങി. അപ്പോഴത്തേക്കും ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വേറൊരു വൈബായി. നമ്മൾ പകൽ കാണുന്ന വൈബല്ല പിന്നീട് അവിടെ നിന്ന് കണ്ടത്. ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് അത് ഭയങ്കരമായിട്ട് ഒരു നൈസ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഹലോ, അപ്പോൾ ഇവിടുത്തെ നൈറ്റ് വൈബാണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഫുൾ ലൈറ്റ്സ് ഇട്ടിട്ട് നല്ല തണുവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പോയി ഫ്രഷായി വന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇനി ക്യാമ്പ് ഫയറിന് പോവാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ടൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു അരുവി പോലത്തെ ഭാഗമുണ്ട്, അവിടെ പോയി നമുക്ക് കുളിക്കാം. അപ്പോൾ അവിടെ ബോയ്സൊക്കെ അതിൽ പോയി ചാടി മറിഞ്ഞ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പോൾ അവിടേക്ക് പോകാൻ നിന്നില്ല, മോർണിംഗിൽ പോകാമെന്ന് പറഞ്ഞു.
അപ്പോൾ അതും വേറൊരു വൈബാണ്. നൈറ്റ് വേറൊരു വൈബാണ്. മോർണിംഗിൽ പോകാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമുക്ക് ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള സംഭവം സെറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ആൾ അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ആൾ വന്നിട്ട് അതിനുള്ള തീം പൊക്കിക്കിട്ട് കത്തിച്ച് തരികയാണ്. പിന്നെ അതിന് ശേഷം ഇതിങ്ങനെ ഈ മരത്തിൻ്റെ പോലത്തെ ഒരു സംഭവങ്ങളാണ്, മരത്തിൻ്റെ സ്റ്റൂളുകൾ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് തരിക നമുക്കതിൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് പോയിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തണുപ്പുണ്ടെങ്കിലും ഈ തീയുടെ അടുത്ത് വന്നിരുന്ന് തീ കായാൻ മാത്രമുള്ള തണുപ്പുണ്ടെന്ന് തോന്നിയില്ല. അപ്പോഴത്തേക്കും അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ ചൂടെടുക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു നല്ല ഫീൽ ഗുഡായി തോന്നും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിക്കായി തുടങ്ങി എല്ലാവരും. ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഇത്രയും കളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിയർക്കുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ നിന്ന് നിപ്പിൽ വിയർക്കുന്ന ആളാണ്. പക്ഷേ ഇത് ഇത്രയൊന്നും കളിച്ചിട്ടും നമ്മളൊട്ടും ഇങ്ങനെ വിയർത്തില്ല. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അത് അവിടുത്തെ ക്ലൈമറ്റ് കാരണമാണ്. മറ്റേ നമ്മളിവിടെ എന്താ പറയുക, വെറുതെ ഒന്ന് ഇരുന്നാൽ തന്നെ, ഫാനൊന്നും ഇടാണ്ടിരുന്നാൽ തന്നെ ഞാൻ ഇങ്ങനെ വിയർത്തൊലിക്കും. പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല. അതും എനിക്ക് നല്ലൊരു ആശ്വാസമായി തോന്നി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഒരു 9 മണി ഒക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവരും ഒന്നും വന്നില്ല, കുറേ പേര് അവിടെ കളിക്കാൻ നിന്ന്. ഞങ്ങൾ കുറച്ച് പകുതി പേര് പോയിട്ട് ഫുഡ് കഴിക്കാൻ നിന്ന്. അപ്പോൾ നമുക്ക് റൈസും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ 65 അതായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു തണുപ്പത്ത് ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ആശ്വാസമായിരുന്നു. പിന്നെ സാലഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നല്ലോണം വിശപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ഈ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ വയറ്റിക്കിടുന്നത് ദഹിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് നേരം തുള്ളിക്കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിരുന്ന് അന്താക്ഷരി കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഒരു 12 മണിക്കായി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം.